ഹായ്, അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കയറാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ പല പല ട്രെൻഡിങ്ങിലും കുറച്ച് സമയം എടുക്കും. ഈ ഏരിയ കുറെ കിടക്കല്ലേ, വിവാദങ്ങളിലും പെടുന്നുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? എന്തായാലും ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ 7 വിളിച്ചു കഴിഞ്ഞാൽ അഭയകുമാർ ആലപ്പിയും അല്ലെങ്കിൽ ജോസ് പെരേരയും പിന്നെ അഭിലാഷ് ഔട്ടായും ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. എന്നാ തള്ളായി തളർന്ന് ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്നതിനാ? നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? അങ്ങനത്തെ ഒരു വർത്താനോ എന്തേ? പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയും 3-4 ചെയ്യുന്നുണ്ട്. സാറേ, എന്റെ ഷോട്ട് എപ്പോഴാണ്? ആദ്യമായിട്ട് അഭിനയിക്കണേ, ഒരു ടെൻഷൻ പേടിക്കണ്ട. ചക്കയില വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തുടങ്ങാം. മെയിൻ ഫിലിം സംഘടനയായിട്ടുള്ള സംഘടനയിൽ ചിലപ്പോൾ മെമ്പർഷിപ്പും യൂണിയൻ മെമ്പർ ആവണം. ഒന്ന് പോടാ ചേർക്കാ. അതിനകത്തൊരു പഴമുണ്ട്, അത് വായിക്കുറ്റി കേട്ടോണ്ട്. മെമ്പർഷിപ്പ് ഫിലിം സംഘടനയിൽ കിട്ടിക്കഴിഞ്ഞാൽ, സിനിമ നമ്മുടെ സംഘടനയിൽ കിട്ടിക്കഴിഞ്ഞാൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. ഈ തള്ളു പുള്ളി ആ പാലാരോട്ടം പാലത്തിന്റെ തള്ളിയാണെങ്കിൽ പൊളിക്കണ്ടായിരുന്നു, മാറ്റിവെക്കാം. ഇയാളുടെ ബെടായി കേട്ട് നമ്മുടെ തലച്ചോറ് പൊട്ടിച്ചെതറിയിട്ട് നല്ല ഹോംലി മീൽസ് പരുവത്തിലാകും. ക്യാഷ് കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നതായിരിക്കും എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും കേക്ക് മുറിച്ച് ആഘോഷിക്കും. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അനുഗ്രഹിക്കണം എന്നാ ഞാൻ അങ്ങോട്ട്